നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ രാജുവിന്റെ തീരുമാനം? എന്റെ തീരുമാനം അറിഞ്ഞിട്ട് ഋതിക മാഡത്തിന് സ്വന്തം വീട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? പോണെങ്കിലും അങ്ങ് പോയാ പോരെ. എന്തിനാ രാജു ദേഷ്യപ്പെടുന്നത്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അച്ഛനും മോളും തമ്മിൽ പിണക്കമാണെങ്കിൽ അത് പറഞ്ഞു തീർക്കാനല്ലേ ഞാൻ ശ്രമിച്ചത്. അതിങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. ഋതിക മാഡം, ഈ ഭാര്യ ഭർത്താവ് അവനെ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോയാ ഇതെവിടെ ചെന്ന് തീരുമെന്ന് എനിക്കറിയില്ല. അപ്പോ രാജു അച്ഛന്റെ ക്ഷണം അവഗണിക്കാൻ പോവാണോ? ഞാൻ ഒറ്റയ്ക്ക് പോണെന്നാണോ രാജു പറയുന്നത്? നിവൃത്തിയില്ലല്ലോ, വന്നല്ലേ പറ്റൂ. ഞാൻ വരാം. പക്ഷേ വർമ്മ സാറിന് എന്നോടുള്ള ദേഷ്യം മാറിയെന്ന് ഞാൻ വിശ്വസിക്കില്ല. പുറത്തെങ്ങനെ പരുക്കനായിട്ട് പെരുമാറുന്നേ ഉള്ളൂ. അച്ഛൻ വെറും പാവ. ഋതിക മാഡം, വർമ്മ സാറിന് എനിക്ക് നന്നായിട്ട് അറിയാം. മാഡം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ? എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ ഓരോന്ന് പ്ലാൻ ചെയ്യും, അതിന് വിപരീതമായി എന്തെങ്കിലും നടക്കും. ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് മാറിയെന്നപ്പോ അമ്മാവൻ അവന്റെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോയി. അമ്മതേ അതിന്റെ പിന്നാലെ ഋതികയും രാജിനെ വീണ്ടും ഇങ്ങോട്ട് ക്ഷണിച്ചേക്കുന്നു. കഴിഞ്ഞ തവണയാണെങ്കിൽ അവരുടെ ബെഡ്റൂമിൽ വോയിസ് റെക്കോർഡർ വെച്ചു. ഇനി ഇത്തവണ അമ്മയുടെ പ്ലാൻ എന്താ? ഇത്തവണ അമ്മയ്ക്ക് പ്ലാൻ ഒന്നുമില്ല. അനിയനെ വിളിച്ച് അവർ ഒരു നേരത്തെ ആഹാരം കൊടുത്തതല്ലേ, അവർക്കും ഒരു വിരുന്ന് കൊടുത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ആ എടാ, എങ്കിൽ നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. നമുക്ക് 2 ലക്ഷ്യങ്ങളാണ് മുന്നിലുള്ളത്. ഒന്ന്, രാജു ഋതികയെ താലി കെട്ടിയിട്ടില്ലാന്ന് അവരെ കൊണ്ട് തന്നെ പറയിക്ക. 2, അവരുടെ പേരിലേക്ക് പോകാതെ സ്വത്തുക്കളെല്ലാം നമ്മുടെ പേരിലേക്ക് ആക്കുക. അതെ, എന്റെ മോൻ ആലോചിക്ക്, തല പുകച്ചാലോചിക്ക്. എന്തെങ്കിലും വഴി തോന്നുന്നുണ്ടെങ്കിലേ എന്നോട് പറ. ചേച്ചി, യാമിനി, നീ രാജുവിനെ ഋതികയും വിളിച്ചിരുന്നോ? ഞാനിപ്പോ വിളിച്ചതേ ഉള്ളൂ ചേച്ചി. അവരിപ്പോ ഇങ്ങ് എത്തും. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിങ്ങനെ ശല്യം ചെയ്യുന്ന എന്തിനാ? എന്നാലും ഇത് എത്ര നേരോട്ടാ ഞാൻ കാത്തു നിൽക്കുന്നേ. അല്ല, ഇവരെന്താ താമസിക്കുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.